കൺസെപ്റ്റിനെ സംബന്ധിച്ചത് നമ്മൾ മെയിനായിട്ട് കൺസ്യൂം ചെയ്യുന്ന രണ്ടെണ്ണമാണ്. ഒന്ന് മുരിങ്ങക്കായും, രണ്ട് മുരിങ്ങയിലയും. അപ്പൊ നമ്മുടെ കമ്പനി ഇവിടെ ഉപയോഗിക്കുന്ന മുരിങ്ങയിലയാണ്. അപ്പൊ ആദ്യം നമുക്ക് ആ മുരിങ്ങയിലേക്ക് വരാം. അപ്പൊ ഈ മുരിങ്ങയിലയിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രീഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ B1 ഉണ്ട്, വൈറ്റമിൻ B2 ഉണ്ട്, വൈറ്റമിൻ B3 ഉണ്ട്, ആൻഡ് വൈറ്റമിൻ C ഉണ്ട്. പിന്നെ ഇതുകൂടെ മഗ്നീഷ്യം, കാൽസ്യം, അയൺ, സിങ്ക്, പൊട്ടാസ്യം ആൻഡ് ഫോസ്ഫറസ് ഇത്രയും മിനറൽസും അടങ്ങിയിട്ടുള്ളതാണ് ഈ മുരിങ്ങ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 18ഓളം അമിനോ ആസിഡ്സ് ഈ മുരിങ്ങയിൽ അടങ്ങിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം 22ഓളം അമിനോ ആസിഡ്സ് ഉണ്ട്. അത് 18ഓളം അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഹെർബ്സ് ആണ് ഈ മുരിങ്ങയില എന്ന് പറയുന്നത്. അപ്പോൾ മുരിങ്ങയിലെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് നമുക്ക് മെയിനായിട്ട് പറയുകയാണെങ്കിൽ മുരിങ്ങയുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫാസ്റ്റ് വൂണ്ട് ഹീലിംഗ് ടു മാനേജിങ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് വരെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു 12 ഹെൽത്ത് ബെനിഫിറ്റ് ആണ് മെയിനായിട്ട് വരുന്ന. മുരിങ്ങയില കഴിച്ചാൽ നമുക്ക് കിട്ടുന്ന, ശരീരത്തിന് കിട്ടുന്ന 12 ഹെൽത്ത് ബെനിഫിറ്റ് ആണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഒന്നാമത്തെ പ്രൊട്ടക്റ്റിംഗ് നൊറീഷിംഗ് സ്കിൻ ആൻഡ് ഹെയർ. അത് സ്കിന്നിനും നമ്മുടെ മുടിക്കും, സ്കിൻ ആൻഡ് ഹെയർ, മുടിക്കും ഹെയറിനും വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ മുരിങ്ങയില എന്ന് പറയുന്നത്. ഹെൽത്തി ഗ്ലോ ടു സ്കിൻ ആൻഡ് പ്യൂരിഫൈങ് ദ സ്കിൻ. അതായത് നല്ല മുടിയും അതോടൊപ്പം തന്നെ നല്ല സ്കിന്നും, ഈ സ്കിന്നിന് പ്യൂരിഫൈ ചെയ്യാൻ കഴിവുള്ളതാണ് ഈ മുരിങ്ങയില എന്ന് പറയുന്നത്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ഇതാണ്. നറിഷിംഗ് സ്കിൻ ആൻഡ് ഹെയർ വളരെ ഇമ്പോർട്ടൻസ് ആണ്. അത് നമ്മുടെ മുടിയും ത്വക്കിനെയും. രണ്ടാമത് ഇംപ്രൂവിങ് ഐ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം വൈറ്റമിൻ എ ഇതിനകത്തുണ്ട്. ഇപ്പൊ കാഴ്ചശക്തി കൂട്ടാനായിട്ട് ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ആണ് മുരിങ്ങയില എന്ന് പറയുന്നത്. വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ആണ് മുരിങ്ങയില. അപ്പൊ നമുക്കറിയാം തിമിരരോഗം വരാതിരിക്കാനായിട്ട് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ മുരിങ്ങയില. അപ്പൊ മുരിങ്ങയിലയിൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. ഐയുടെ കണ്ണിന്റെ ആരോഗ്യശക്തി കൂട്ടാൻ, കണ്ണിന് കാഴ്ചശക്തി കൂട്ടാനായിട്ട് ഏറ്റവും നല്ലൊരു മുരിങ്ങയില. മൂന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രിവെന്റിങ് ലിവർ ഡിസീസ്. കരൾ രോഗം തടുക്കാനായിട്ട് മുരിങ്ങയില വളരെയധികം എഫക്റ്റീവാണ്. കാരണം ഈ മുരിങ്ങ നമ്മൾ ഈ പറയുന്ന പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ വലിയൊരു $9.62 ബില്യൺ മാർക്കറ്റുള്ള പ്രോഡക്ട്സ് ആണ്. കാരണം ഈ ഒരൊറ്റ പ്രോഡക്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ പല പ്രോഡക്ട്സും നമുക്ക് ഇത് ഒഴിവാക്കാൻ പറ്റും. കാരണം അത്രയും ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള പ്രോഡക്റ്റ് ആണ് ഈ മുരിങ്ങ എന്നുള്ള പ്രോഡക്റ്റ്. അപ്പം ലിവർ ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് മുരിങ്ങയില വളരെ എഫക്റ്റീവ്. എസ്പെഷ്യലി ട്യൂബർകുലോസിസ്, ഫാറ്റി ലിവർ, അങ്ങനെയുള്ള ഇതിനൊക്കെ നമുക്ക് ഫാറ്റി ലിവർ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ഫാറ്റി ലിവർ വന്നവർക്ക് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ടും ലിവർ ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് വളരെയധികം എഫക്റ്റ് ആണ് ഈ മുരിങ്ങയില എന്ന് പറയുന്ന സാധനം. നാലാമത്തെ പ്രിവെന്റിങ് നെർവസ് സിസ്റ്റം ഡിസോർഡേഴ്സ്. നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ഡിസോർഡറിനെ നമുക്ക് ഒരുപാട്, ഫോർ എക്സാമ്പിൾ ഈ എന്താ പറയുന്നത്, എടുത്തു പറയാൻ ഡീജനറേഷൻ വിത്ത് ഇംപ്രൂവ് ബ്രെയിൻ ആൻഡ് കോഗ്നിറ്റീവ് ഫംഗ്ഷൻ. കോഗ്നിറ്റീവ് ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യുക. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ്. അതൊരു അല്പം ഞാൻ ഡിഫൈൻ ചെയ്യാം. എന്താണ് ഈ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ, കോഗ്നിറ്റീവ് ഫംഗ്ഷൻ, പുവർ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാവും. അത് സ്ട്രോക്ക് വരാം, അതുകൊണ്ട് തന്നെ നമ്മുടെ ഓർമ്മശക്തി നഷ്ടപ്പെടാം, അതുകൊണ്ട് തന്നെ നമ്മുടെ തിങ്കിങ്, ചിന്താഗതി വീക്ക്നെസ് വരാം. അങ്ങനെ ഒരുപാട് പ്രോബ്ലം. നമ്മുടെ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടാണ് കോഗ്നിറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ പൂറായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നം, മെമ്മറി ലോസ്, അൾഷിമേഴ്സ്, സ്ട്രോക്ക്, ഇതൊക്കെ വരാം. അപ്പൊ ഈ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ മുരിങ്ങയില വളരെ എഫക്റ്റീവ് ആണ്. കാരണം എന്തൊരു ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് ആണെന്നറിയാം നമ്മുടെ ഈ മുരിങ്ങ എന്ന് പറയാൻ. കാരണം നമുക്ക് ശരിക്കും മാർക്കറ്റ് ചെയ്യാൻ ഒരു സൂപ്പർ പ്രോഡക്റ്റ് ആണ് മുരിങ്ങ. കാരണം എല്ലാവരും കഴിച്ച് ഒരു ക്യാപ്സൂൾ വെച്ച് ഒരു ദിവസം കഴിച്ചാൽ മതി. അപ്പൊ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്. പ്രിവെന്റിങ് നെർവസ് സിസ്റ്റം. കാരണം ഇതിനകത്ത് വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും ആണ് നെർവസ് സിസ്റ്റത്തിലെ ഡിസോർഡറിനെ കറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ നാലാമത്തെ ഞാൻ പറഞ്ഞത്. അഞ്ചാമത്തെ മാനേജിങ് ബ്ലഡ് പ്രഷർ ആൻഡ് കാർഡിയോവാസ്കുലർ പ്രോബ്ലംസ്. അതായത് ബി പി നോർമലൈസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് മുരിങ്ങ എന്ന് പറയുന്നത്. ബി പി നോർമലൈസ് ചെയ്യാൻ പറ്റുന്നു. അതോടൊപ്പം തന്നെ കാർഡിയോവാസ്കുലർ പ്രോബ്ലംസ്, ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടും ഈ മുരിങ്ങയിലേക്ക് സാധിക്കും. മാനേജിങ് ബി പി ആൻഡ് കാർഡിയോവലസ്. ആറാമത്തത് ട്രീറ്റിംഗ് ഡയബറ്റീസ്. ഡയബറ്റീസിന് വളരെ, ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ് മുരിങ്ങയില. ഇപ്പൊ ഏതൊക്കെ ഓർഗാനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, ഇത്രയും പറഞ്ഞതിൽ നമ്മൾ നമ്മുടെ ബോഡിയിലെ ഏതൊക്കെ ഓർഗാൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ മുരിങ്ങയിലേക്ക് കഴിയുമെന്നുള്ള വണ്ടർഫുൾ റിസൾട്ട് അല്ല നമുക്ക് വരുന്നത്. അത് വണ്ടർഫുൾ റിപ്പോർട്ടല്ല നമുക്ക് വരുന്നത്. ആലോചിച്ച് നോക്കാം. സോ എവരിബഡി, നമ്മുടെ എല്ലാവരും ഒരു ദിവസം ഒരു മുരിങ്ങയുടെ ക്യാപ്സൂൾ വെച്ച് കഴിച്ച് ഏകദേശം എത്ര വരും? നമ്മുടെ MRP വെച്ചാണെങ്കിൽ ഒരു 13 രൂപ വരത്തുള്ളൂ. ശരിയല്ലേ? 60 ക്യാപ്സൂൾ. MRP വെച്ച് കണക്കൂട്ടിയാൽ ഒരു ദിവസം 13 രൂപ നമുക്ക് വരും. ഒരു ഒറ്റ ക്യാപ്സൂൾ ഒരു ദിവസം. ഡോസ എന്ന് പറയുന്നത് ഒരു ക്യാപ്സൂളാണ്. ഓക്കെ. അപ്പൊ ഡയബറ്റീസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മുടെ മുരിങ്ങ വളരെ എഫക്റ്റീവാണ്.
അടുത്ത പറയാണ് റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്. നമുക്കറിയാം മുട്ടുവേദന അല്ലെ, രക്തവാദം എന്ന് പറയും. റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് മുരിങ്ങയിലേക്ക് സാധിക്കും എന്നുള്ളതാണ് റിപ്പോർട്ട് പറയുന്നത്. സോ പ്രിവെന്റിങ് റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഡ്യൂ ടു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഓഫ് ഡ്രംസ്റ്റിക് ലീവ്സ് അഗൈൻസ്റ്റ് റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ക്യാൻ ബി പ്രിവെന്റഡ്. അപ്പൊ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടും നമ്മുടെ മുരിങ്ങയില കഴിയും. എട്ടാമത് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രിവെന്റിങ് ക്യാൻസർ. ക്യാൻസർ രോഗം നമുക്കറിയാം, പനി പോലെയാണ് നമ്മുടെ നാട്ടിൽ ക്യാൻസർ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് മുരിങ്ങയില വളരെയധികം എഫക്റ്റീവ് ആണ്. പ്രിവെൻഷൻ ഓഫ് പ്രിവെന്റിങ് ക്യാൻസർ. അടുത്ത പറയുന്നത് പ്രിവെന്റിങ് കിഡ്നി സ്റ്റോൺസ്. കിഡ്നിയിലെ കല്ലുണ്ടാകുന്നതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടും നമ്മുടെ മുരിങ്ങയില വളരെ എഫക്റ്റീവ്. ഒമ്പതാമത്തെ ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് പ്രിവെന്റിങ് കിഡ്നി സ്റ്റോൺസ്. I mean the numerous advantage of consuming drumstick leaves, maintaining kidney health and preventing kidney stones are prominent. ഇപ്പൊ കിഡ്നി സ്റ്റോൺ ഉണ്ടാകാതിരിക്കാനായിട്ട് ഏറ്റവും നല്ല കഴിയും. കാരണം കിഡ്നി സ്റ്റോൺ വരാതിരിക്കാനായിട്ട് കിഡ്നിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും നമുക്ക് ഈ മുരിങ്ങയില വളരെയധികം എഫക്റ്റീവ് ആണെന്ന് പറയുന്നത്. അടുത്ത പറയുന്നത് ട്രീറ്റിംഗ് ഒഡീമിയ. ഒഡീമിയ എന്ന് പറഞ്ഞാൽ ഒഡീമിയ ഇസ് എ കണ്ടീഷൻ വിച്ച് ഫ്ലൂയിഡ്സ് ബിൽഡ്സ് അപ്പ് ഇൻ ദ ബോഡി ടിഷ്യൂസ്. ബോഡി ടിഷ്യൂസ് ഉണ്ടാകുന്ന ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഈ ഒഡീമിയ എന്ന് പറയുന്നത്. സോ ആ ഒഡീമിയ ട്രീറ്റ് ചെയ്യാനായിട്ടും ഈ പറയുന്ന മുരിങ്ങയില വളരെയധികം എഫക്റ്റീവ് ആണ്. 11ാമത്തെ ഹെൽത്ത് ബെനിഫിറ്റ് പറയുന്നത് മാനേജിങ് ആസ്മ. ആസ്മ പേഷ്യന്റിനെ സംബന്ധിച്ചോളം വളരെയധികം ഹെൽപ്ഫുൾ ആണ്. കാരണം ഡ്രംസ്റ്റിക് ലീവ്സ് ആസ്മ ആൻഡ് ബ്രോങ്കാനിക്കൽ constitutions due to their anti-inflammatory properties. Moringa leaves also help to prevent inflammation in the areas. അപ്പം ആസ്മ പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഇത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ്. അപ്പൊ ആസ്മ പേഷ്യന്റ് ഉള്ളവർക്കും അവരുടെ ഇത് ചെയ്യുന്നതിനും ഇമ്പ്രൂവ് ചെയ്യുന്നതിനും ലങ്സിന്റെ കപ്പാസിറ്റി കൂട്ടുന്നതിന് അതിന്റെ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനും മുരിങ്ങയില. ലാസ്റ്റ് പറയുന്ന ട്രീറ്റിംഗ് ബ്ലഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ്. രക്തത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് ഡിസീസസ് ഉണ്ട് അല്ലെ, അനീമിയ അതുപോലെ സിക്കിൾ സെല്ല് അങ്ങനെയുള്ള ബ്ലഡ് റിലേറ്റഡ് ഡിസീസ്. ഇത് ബെനിഫിറ്റ് ക്യാൻ പ്രെഡിക്റ്റഡ് ടു ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ടു. അപ്പൊ ബ്ലഡ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടും നമ്മുടെ മുരിങ്ങയില വളരെയധികം എഫക്റ്റീവ് ആണ്. അപ്പൊ 12ഓളം ഹെൽത്ത് ബെനിഫിറ്റ് ആണ്. അപ്പൊ മുരിങ്ങ ലീവ്സ് ആർ പവർഫുൾ നാച്ചുറൽ ഇൻഗ്രീഡിയന്റ് വിത്ത് ആന്റി ഓക്സിഡന്റ് ആൻഡ് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് എന്ന് പറയാം. അപ്പം ഈ 12 ബെനിഫിറ്റ് ആണ് മുരിങ്ങയില നിന്ന് മാത്രം നമുക്ക് കിട്ടുന്നത്. അപ്പൊ മുരിങ്ങയില നമ്മുടെ പ്രോഡക്റ്റിൽ 3 ഇൻഗ്രീഡിയൻസ് ഉള്ള ഒന്നാമത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മുരിങ്ങയിലയാണ്. അപ്പം മുരിങ്ങയിലയുടെ മാത്രം ഹെൽത്ത് ബെനിഫിറ്റ് ആണ് നമ്മൾ. അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ കുർക്കുമിനും പിപ്പറൈനുമാണ്. അപ്പൊ ഈ പിപ്പറൈനും ഇതിന്റെ ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചാൽ നമുക്കറിയാം, കുക്കുമിൻ എന്ന് പറയുന്ന മഞ്ഞളിൽ നിന്ന് വേർതിരിക്കുന്നത്. കാരണം കുക്കുമിൻ ബോഡിയിൽ അബ്സോർവ് ചെയ്യണമെങ്കിൽ പിപ്പറൈൻ വേണം. പിപ്പറൈൻ എന്ന് വെച്ചാൽ കറുത്ത കുരുമുളകിൽ നിന്ന് വേർതിരിക്കുന്ന നാച്ചുറൽ സപ്ലിമെന്റ് ആണ് ഈ പിപ്പറൈൻ എന്ന് പറയുന്നത്. അപ്പം ഈ കുക്കുമിനും പിപ്പറൈനും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ അതിന്റെ ആക്ഷൻ വേറൊരു ആക്ഷനാണ്. വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടുന്നു. അതും ഇപ്പൊ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, പെയിൻ റിലീഫ് ചെയ്യാനായിട്ട്, ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ, ലിവർ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ, അതുപോലെ ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ, അതുപോലെ വൂണ്ട് ഹീലിംഗ്, അതുപോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ടും ഈ പറയുന്ന ഈ കുക്കുമിനും പിപ്പറൈനും സാധിക്കും. അപ്പൊ ഇതിന്റെ എല്ലാത്തിനെയും കണ്ട ഒരു ഇതാണ് നമുക്ക് ഈ കുർക്കുമിൻ ഈസ് ആൻ ആക്റ്റീവ് കോമ്പൗണ്ട് ഇൻ ടർമറിക്. അപ്പൊ ഈ മഞ്ഞളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ് കുർക്കുമിൻ. നമുക്കപ്പോ മഞ്ഞപ്പൊടിയൊക്കെ നമ്മൾ മേടിക്കാറുണ്ട്. പക്ഷെ മഞ്ഞപ്പൊടികളൊന്നും നമുക്ക് കുർക്കുമിൻ കിട്ടാറില്ല. ആ കുർക്കുമിൻ വേർതിരിച്ചെടുത്ത് അത് കൊണ്ടുപോയിട്ട് കുർക്കുമിൻ വേർതിരിച്ചെടുത്ത മഞ്ഞളിൽ നിന്നാണ്, കുർക്കുമിൻ ഇല്ലാത്ത മഞ്ഞളാണ് നമുക്ക് മാർക്കറ്റിൽ മഞ്ഞപ്പൊടിയായിട്ട് കിട്ടുന്നത്. അപ്പൊ കുർക്കുമിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുർക്കുമിൻ നമ്മുടെ ബോഡിക്ക് വളരെയധികം ആവശ്യമായ ഒരു ഘടകമാണ്. അതും ഈ ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് വളരെ അധികം എഫക്റ്റീവ് ആണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ 3 ഇതിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നമ്മൾ അതുപോലെ കിഡ്നിയിൽ ഉണ്ടാകുന്ന മറ്റേതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പിപ്പറൈൻ സാധിക്കും. ഇപ്പൊ പിപ്പറൈനും ഉണ്ട്. അതുപോലെ ബ്ലഡ് എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്, ബ്ലഡ് യൂറിയയെ കുറയ്ക്കാൻ ഈ പറയുന്ന പിപ്പറൈൻ എഫക്റ്റീവ് ആണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുരിങ്ങ ക്യാപ്സൂള് ബ്ലഡിൽ യൂറിയ കൂടുതലുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം അത് നോർമലൈസ് കൊണ്ടുവരാനായിട്ട് നമുക്ക് മുരിങ്ങ കൊടുക്കാം. വളരെയധികം എഫക്റ്റീവ് ആണ്. അത് ഈ പറയുന്ന മുരിങ്ങയിൽ ഉള്ള പിപ്പറൈൻ, കുക്കുമിനിൽ പിപ്പറൈൻ ആണ് ഈ ബ്ലഡ് യൂറിയ കുറയ്ക്കാനായിട്ട് ഏറ്റവും എഫക്റ്റീവ്. അപ്പം ബ്ലഡ് യൂറിയ കുറയ്ക്കാനായിട്ടും നമുക്ക് പിപ്പറൈൻ വളരെയധികം എഫക്റ്റീവ് ആണ്. അപ്പൊ ഇതിന്റെ 3ന്റെയും കൂടെ കോമ്പിനേഷൻ ആണ് നമ്മുടെ കമ്പനി ഇറങ്ങിക്കുന്ന മൊറിങ്ക എന്ന് പറയുന്ന പ്രൊഡക്റ്റ്.
ഇതിപ്പം നമുക്കറിയാം 60 ക്യാപ്സൂളാണ്, 60 വെജിറ്റബിൾ ക്യാപ്സൂളാണ് നമ്മൾ ഈ മുരിങ്ങൽ ക്യാപ്സൂൾ അടങ്ങിയിരിക്കുന്നത്. അത് ഡോസേജ് എടുത്തു പറയുന്നുണ്ട്, 1 ക്യാപ്സൂൾ മാത്രം മതി ഒരു ദിവസം. അതുപോലെ നമ്മുടെ ഗട്ട് ഹെൽത്ത് ഹെൽപ്പ് ചെയ്യാനായിട്ടും ഇംപ്രൂവ് ചെയ്യാനായിട്ടും നമ്മുടെ ഈ പറയുന്ന ഈ മുരിങ്ങയ്ക്ക് സാധിക്കും. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകത്തില്ല, കോൺസ്റ്റിപ്പേഷൻ മാറാൻ നല്ലതാണ്, മോഷൻ ക്ലിയർ ആയിട്ട് പോകും. ഞാൻ 2 ആഴ്ച ഒരാഴ്ചക്ക് മേലെ കഴിച്ചു തുടങ്ങി, നമുക്ക് അതിന്റെ ഫീലിംഗ് നമുക്ക് ബോഡി കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഡോസേജ് ഇതാണ്, 1 ക്യാപ്സൂൾ പെർ ഡേ ആഫ്റ്റർ ഫുഡ്. ഇതാണ് മുരിങ്ങയെ കുറിച്ച് സംസാരിക്കാനുള്ളത്.